നമ്മൾ നാട്ടിൽ പലതരം ചന്തകൾ കണ്ടിട്ടുണ്ട്. ആഴ്ച ചന്തകൾ, മാസച്ചന്തകൾ. പെരുന്നാളൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കാണ് നമ്മുടെ നാട്ടിലെ ചന്തകളിലും റോഡ് സൈഡിലുള്ള കച്ചവടക്കാരുടെ കച്ചവടങ്ങളിലൊക്കെ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സൗദി അറേബ്യയിൽ റിയാദിൽ ഇതേപോലത്തെ ഒരു ചന്തയുണ്ട്. പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കച്ചവടക്കാർ. അപ്പോൾ ഈ സൂക്കിൻ്റെ പേര്, അതായത് ഈ ചന്തയുടെ പേര് സൂഖ് ഹിജാബ് എന്നാണ്. അപ്പോൾ തരം കച്ചവടങ്ങളാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തും. നിങ്ങളെ ഇതിവിടെ സൗദിയിൽ, അതും GCC കൺട്രിയിൽ ഇങ്ങനെ ഒരു കച്ചവട സ്ഥലം ഉണ്ടോ എന്നുള്ളത് കണ്ടിട്ട് ശരിക്കും നിങ്ങൾ ലിറ്ററലി അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ലെറ്റ് us begin the video. അപ്പോൾ നമ്മൾ ഇന്ന് സൗദി അറേബ്യയിലെ ഹിജാബ്, സൂഖ് ഹിജാബ് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മക്കളെ സൂഖ് ഹിജാബിൻ്റെ കവാടം. ആൾക്കാർ പൊതുവെ കുറവാണ്. നമ്മളാ പൊതുവെ കുറവായിട്ടുള്ള സമയത്താണ് ഇവിടെ വീഡിയോ എടുക്കാനും വേണ്ടി വന്നിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതലായിട്ട് സ്ത്രീകള് ഫോട്ടോയില് പകർത്തുന്നത് അത്ര ബുദ്ധിയല്ല എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ വന്നുള്ളത്. മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട്. ഇശാസ്കാരം കഴിയുമ്പോഴേക്കും ഇവിടെ ഈ കാണുന്ന ആളൊഴിഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറയുന്ന ഒരു സ്ഥലമാണ്. കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നത് ഇങ്ങനെ കാണാറുണ്ട്. കച്ചവടക്കാരാണ് കൂടുതൽ, എല്ലാതും അടുക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. സ്ത്രീകളുണ്ട്, സ്ത്രീകളുടെ സെക്ഷനാണ്. അധികവും പർദ്ദയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ല തിരക്കുണ്ടാവേണ്ട സ്ഥലമുണ്ടല്ലോ. ഇതിപ്പോൾ ഇച്ചിരി നേരത്തെ നിങ്ങളെല്ലാം ഈ വീഡിയോ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത്. വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ഭായിമാരൊക്കെ വല്ലാണ്ട് തുരിച്ചു നോക്കുന്നുണ്ട്. കച്ചവടക്കാര് വല്ലതും വാങ്ങാൻ വന്നതാണോ എന്നൊക്കെ ഉള്ള ആശങ്ക കൊണ്ട് നോക്കിയായിരിക്കും. ആള് കുറവായത് വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു തൃപ്തി കുറവുണ്ട്. ഇരുന്നാലും അടുത്ത സ്ട്രീറ്റിലോട്ടൊക്കെ പോയുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട കാഴ്ചകൾ കാണാൻ പറ്റും എന്ന് വിചാരിക്കണം. നോക്കാൻ മുന്നോട്ട് പോയിട്ട് അടിപൊളി കളക്ഷൻസ് ഉണ്ട്. എന്തായാലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചുടിദാറും സൽവാറും ഷോളും ഒക്കെ ഉണ്ട്. മുന്നോട്ട് പോലും വഴി ചെറുതായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെയൊക്കെ പോകുമ്പോൾ നാട്ടിൽ എത്തിയൊരു സുഖമുണ്ട്. സത്യം പറഞ്ഞാല് ഇതിനകത്തോട് ഇങ്ങനെ പോകുമ്പോൾ അത്രയും സാധുക്കളായ ജനങ്ങള്, അതായത് ഏറ്റവും പാവപ്പെട്ട സൗദി വനിതകൾ തന്നെയാണ് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യണ ഭൂരിഭാഗം പേര്. വലിയ സാമ്പത്തികമില്ലാത്തവർക്കൊക്കെ ആയിട്ട് ഇവരുടെ സൗദി ഗവൺമെന്റിന്റെ ഹെൽപ്പിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനൊരു ആശയത്തിൽ ഇവർ എത്തിച്ചേർന്നതാണ് തോന്നുന്നത്. വണ്ടിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. സാധാരണ ലൈഫ് തന്നെയാണ്. എന്നാലും ഫുട്പാത്തിന്റെ മാത്രം കച്ചവടം അല്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഷോപ്പുകളിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഭയങ്കര അന്യോന്യമായിട്ടാണ് ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ഭയങ്കര സമാധാനം. അല്ലെങ്കിൽ പൊതുവെ നമ്മുടെ സ്ട്രീറ്റ് സെയിൽസിലൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ തിരക്ക് കുറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. എന്നാലും നമ്മുടെ എന്താണ് ഷോപ്പിൽ റെന്റ് കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരും പുറത്ത് തട്ടടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഒരു മിങ്കിളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. ഈ സൗദികളൊക്കെ നോക്കുന്നുണ്ട്, എന്താവും എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല. മുന്നോട്ട് പോവാം. അങ്ങനെ അടിപൊളിയാണ് കാഴ്ചകളെല്ലാം. സാധാരണപ്പെട്ട ആൾക്കാരും ആളുകളെല്ലാവരും ഉണ്ട്. സൗദിയിലും സൗദികളായിട്ടുള്ളവരും അല്ലാത്ത ജില്ലകളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹം തന്നെയാണ് ഹിജാബ് എന്ന് പറയുന്നത്. പേടിയാണ് പച്ചക്കറികളായിട്ട് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ. നമ്മുടെ നാട്ടിലത്തെ സാധാ പച്ചക്കറി ചന്ത ഉണ്ടാവില്ല. ഹനീഫ പറഞ്ഞ പോലെ ശരിക്കും നാട്ടിലെ പച്ചക്കറി കച്ചവടം, അതായത് പച്ചക്കറിയിലെ മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക അതേപോലെ തന്നെയുണ്ട്.
എന്തെല്ലാം സാധനങ്ങളാണ്, എന്തെല്ലാം വിഭവത്തിലുള്ള സാധനങ്ങളാണ്. തുച്ഛമായ വിലക്കാണ് എന്ന് തോന്നുന്നു വിറ്റുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിലയൊന്നും ചോദിച്ചിട്ടില്ല. അത് ഇവിടെ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്നുണ്ട്, ചെറിയ ചെറിയ വിലക്കുള്ള ഡ്രസ്സുകൾ. അവിടുത്തെ ഫുട്പാത്തിനേക്കാളും വിലക്കുറവായിരിക്കുന്നു തോന്നുന്നു. അവിടെ നിലത്ത് വിരിച്ചിട്ട് അതിന്റെ മേലെ ആണ് ഇവര് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാതും ഇത് സ്വന്തം അറബ് രാജ്യത്തിൽ തന്നെയാണ് എല്ലാ രീതിയിലുള്ള ജീവിതങ്ങളും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൂഖി ജാവിലുള്ള കാഴ്ചകൾ. ഇതുപോലത്തെ വെറൈറ്റി കാഴ്ചകൾ കാണാനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം.